ഓം രാമ രാമ ജയ രാമ രാമ സീതാഭിരാമ ജനകേയ രാമ രാമ സീതാഭിരാമ രാവണാന്തക രാമ സീതാഭിരാമ ജയ രാമ 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 ജയ രാമ 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 ജയ രാമ രാമ സീതാഭിരാമ രാമ ജയ രാമ രാമ രാമ. ഇന്ന് ഇവിടെ പാരായണം ചെയ്യുന്നത് അഹല്യാമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രൻ ഉരചേതു പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരാനി വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോദസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗളം വർദ്ധിച്ചിടും തപസാ വാഴും കാലം ലോകേശൻ നിജ സുതയായുള്ളോരഹല്യാം ലോകസുന്ദരിയായി ദിവ്യ കന്യകാരത്നം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ ഭർതൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും തന്നുടെ പത്നിയായോരഹല്യയോടും ചേർന്നു വർണ്ണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്യവനനും കുസുമമായുധവശനായ ചെന്തുണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമുഖന്. ചെന്താർവാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദര ഗാത്രീ രൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്തനായി വന്നാനല്ലോ അന്തരാത്മനി വിഭൃതേന്ദ്രനം അതിനിപ്പോൾ അന്തരം വരാതെയുള്ളന്തരമെന്തെന്നതോർത്തു ലോകേശാത്മജ സുതനന്ദനരുടെ രൂപം നായകൻ കൈകൊണ്ടന്ത്യയാമാദിയെങ്കൽ സന്ധ്യാവന്ദനത്തിന് ഗൗതമൻ പോയ നേരം അന്തരാപുക്കാനുടെ ചാന്ദ്രേ പരവശാൽ സുത്രാമാം അഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമോട്ടടുത്തിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കു മുനി ശ്രേഷ്ഠനെ ബലാലപ്പോൾ വൃത്രസ്ഥനായി എത്രയും വേപതു പൂണ്ടു നിന്ന